ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യയും മായയുമാണ്. മായ പറയുകയാണ്, നീ പോയി ഗർഭിണിയായിട്ട് തകർത്ത് അഭിനയിച്ചോ. വസുന്ധരയും അരുണുമൊക്കെ നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് നിനക്ക് കാണാം. പിന്നെ വസുന്ധര ഡോക്ടറിൻ്റെ അടുത്ത് പോകാനായിട്ട് നിന്നെ പരമാവധി നിർബന്ധിക്കും. നീ സമ്മതിക്കുകയേ ചെയ്യരുത്. ഇതെല്ലാം കേൾക്കുന്ന ഐശ്വര്യ ഇതിനെല്ലാം സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഓഫീസിൽ എന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വസുന്ധര. അതേസമയം ക്ഷീണം അഭിനയിച്ചുകൊണ്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. അയ്യോ വയ്യ, ഭയങ്കര ക്ഷീണം. അമൃതെടുത്തി എനിക്കല്പം വെള്ളം തരാമോ എന്ന് ചോദിക്കുമ്പോൾ അമൃത ഐശ്വര്യക്ക് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. എന്താ ഐശ്വര്യ, എന്തു പറ്റിയെന്ന് വസുന്ധരയും അമൃതയും മാറി മാറി ചോദിക്കുമ്പോൾ ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് അമൃത അതെടുത്ത് തുറന്ന് വായിക്കുകയാണ്. ഇതെന്തോ സ്കാനിങ് റിപ്പോർട്ടല്ലേ എന്ന് അമൃത പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അമൃത ഏട്ടത്തി ഒന്ന് സൂക്ഷിച്ചു നോക്ക്. അതെ, സ്കാനിങ് റിപ്പോർട്ടാ. അന്ന് അമ്മയും ഏട്ടത്തിയും കൂടി ഒരു സംശയം പറഞ്ഞില്ലേ, അത് സത്യമാ. ഞാൻ വീണ്ടും വീണ്ടും വൊമിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഡോക്ടറാ പറഞ്ഞത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. ഇത് കേൾക്കുന്ന അമൃതയ്ക്കും വസുന്ധരയ്ക്കും സന്തോഷമാവുകയാണ്. അമൃതേടത്തി എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോൾ അമൃത പറയുകയാണ്, ഈ സമയത്ത് ഇതൊക്കെ സാധാരണമാണ്. പിന്നെ നീ ഇത്തിരി യാത്രയൊക്കെ കുറയ്ക്കണം. അമൃതേടത്തി എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, ഏട്ടത്തിയെല്ലാം പറഞ്ഞു തരണമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അമൃത പറയുകയാണ്, അതിനെന്താ, നീ സന്തോഷമായിട്ടിരുന്നാൽ മാത്രം മതി. തുടർന്ന് വസുന്ധര സന്തോഷത്തോടെ ഐശ്വര്യയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ എൻ്റെ അരുണിൻ്റെ കുഞ്ഞ് മോളുടെ വയറ്റില്. എൻ്റെ ഈശ്വര, ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചതാണെന്നറിയാമോ. പിന്നെ ഐശ്വര്യ, നീ ഇടയ്ക്ക് ശ്യാമയോട് വേണ്ടാതീനമൊക്കെ കാണിച്ചിരുന്നു. അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ നിന്നോട് അല്പം അകന്നൊക്കെ നിന്നത്. ഇനി നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇല്ലമ്മേ, നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ഇനി നിന്നോളാം. ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ്, നീ എപ്പോഴും സന്തോഷത്തോടെ വേണം ഇരിക്കാൻ. ഞാനെന്താണെങ്കിലും ഈ കാര്യം എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞ് അമൃത അകത്തേക്ക് പോകുമ്പോൾ വസുന്ധര പറയുകയാണ്, എൻ്റെ അഗിയുടെയും അരുണിൻ്റെയും കുഞ്ഞ് എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയാമോ. തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, പ്രഗ്നൻസി അതൊരു നല്ല ആയുധം തന്നെയാ. ഇത് വെച്ച് ഞാനിവിടെ കുറച്ച് വിലസുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വസുന്ധരയും അമൃതയും വർമ്മയും ശ്യാമയും എല്ലാം തന്നെ ഐശ്വര്യയ്ക്ക് മധുരം നൽകുന്നതാണ്. തുടർന്ന് ശ്യാമയെ നോക്കി ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, എൻ്റെ ബുദ്ധി കണ്ടോടി, ഇനി ഗർഭത്തിന്റെ പേരും പറഞ്ഞ് നിനക്ക് മാത്രമല്ല നിന്നേക്കാൾ കൂടുതൽ പരിചരണമൊക്കെ കിട്ടാൻ പോകുന്നത് എനിക്കായിരിക്കും. അതേസമയം അരുൺ ആനന്ദ നിലയത്തിൽ എത്തുകയാണ്. ഡിവോഴ്സ് നോട്ടീസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അരുൺ പറയുകയാണ്, ഇത് കൊടുക്കുമ്പോഴുള്ള ഐശ്വര്യയുടെ ഭാവം അതെനിക്കൊന്ന് കാണണം. അവൾ കുറെ കള്ളക്കരച്ചിലൊക്കെ കാണിച്ച് എല്ലാവരുടെയും മനസ്സൊക്കെ മാറ്റാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ ഞാൻ അതിനൊന്നും സമ്മതിക്കാനേ പോകുന്നില്ല. ഈ അരുൺ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അരുണിനെ കണ്ടയുടൻ നാണം അഭിനയിക്കുകയാണ് ഐശ്വര്യ. എന്താ അമ്മേ, എന്താ ഇവിടെയെന്ന് അരുൺ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, ആദ്യം നീ ഈ മധുരം എടുക്ക്, എന്നിട്ട് പറയാം എന്താണെന്ന്. ഇനി നീ ഈ മധുരം ഐശ്വര്യയ്ക്ക് കൊടുക്കാൻ വസുന്ധര പറയുമ്പോൾ എല്ലാവരും അരുണിനോട് മധുരം കൊടുക്കാൻ പറയുകയാണ്. എന്തിനാ ഇത് കൊടുക്കുന്നതെന്ന് അരുൺ ചോദിക്കുന്നു. എന്താ കാര്യം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അരുൺ പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, നീ മുറിയിലേക്ക് ചെല്ല്. ഐശ്വര്യ മുറിയിലേക്ക് വന്നിട്ട് കാര്യങ്ങളെല്ലാം നിനക്ക് പറഞ്ഞു തരും. ഇത് കേൾക്കുന്ന അരുൺ മനസ്സിൽ പറയുകയാണ്, അത് തന്നെയാ നല്ലത്. റൂമിൽ വെച്ച് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാം. ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഇനി ആകെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ആ നോട്ടീസും കൊണ്ട് അരുൺ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് വസുന്ധര പറയുകയാണ്, മോളെ, നീ മുറിയിലേക്ക് ചെല്ല്. നീ തന്നെ സന്തോഷ വാർത്ത അവനെ അറിയിക്ക്. അങ്ങനെ ഐശ്വര്യ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഡിവോഴ്സ് നോട്ടീസ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അരുൺ. തുടർന്ന് ഐശ്വര്യ അരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അരുൺ, എന്നോട് പിണക്കമാണോ? ഇനി അരുണിന് എന്നോട് പിണങ്ങിയിരിക്കാനൊന്നും ആകില്ല. അരുണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ പോവുകയാ. അരുൺ, എന്നെ ഒന്ന് ശരിക്കും നോക്കിക്കേ. എന്നെ കണ്ടിട്ട് മാറ്റങ്ങളൊന്നും തോന്നുന്നില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ലെന്ന് അരുൺ പറയുന്നു. തുടർന്ന് അരുണിന്റെ കൈയെടുത്ത് തൻ്റെ വയറിലേക്ക് വെക്കുകയാണ് ഐശ്വര്യ. ഇപ്പോൾ അരുണിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അരുൺ ചോദിക്കുകയാണ്, ഐശ്വര്യ, നീ എന്തൊക്കെയായി കാണിക്കുന്നത്? ഇത് കേൾക്കുന്ന ഐശ്വര്യ സന്തോഷത്തോടെ അരുണിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.